നോക്കൂ, മുടി കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രസംഗവും കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുള്ള പ്രസംഗത്തിലും രണ്ടിലും പറഞ്ഞെന്താ, സനദ് അവിടുന്ന് വായിച്ചു കേൾപ്പിച്ചു. ബുഖാരിയുടെ സനദ് പോലുള്ള സനദ് വായിച്ചു കേൾപ്പിച്ചു. സനദ് വായിച്ചോ? സനദ് കിട്ടിയോ? അതിന് പരമ്പരയുണ്ടോ? ഇല്ല എന്ന് ആരാ പറഞ്ഞത്? അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നമ്മളോട് നമ്മൾ പറയണില്ല, ഇവര് തന്നെ പറഞ്ഞു. എപ്പോ? പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് സാക്ഷാൽ കാന്തപുരം തന്നെ പറയുന്നത് കേട്ടോളൂ. അത് അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ സനദ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ പട്ടിക്കാട് കൊടുക്കണ പോലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അവർ തന്നെ പറയാണ്, നമ്മൾ പറഞ്ഞല്ല. കേട്ടോളൂ. അതെ, ഇതിന്റെ സെനത് തന്നു. ആര് തന്നു? ഈ വട്ടിക്കാടും നമ്മളെ കോളേജുകളിലൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള സെനത് ഹസ്രജി അവിടെ ഒപ്പിട്ട് തന്നു. ഇനി ഇതിന്റെ വിശദ വിവരം വ്യക്തമായിട്ട് എൻ്റെ കൈവശം ഉണ്ട് എന്ന് ആ സെനതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സ്ഥിതിക്ക് അതെവിടെ എന്ന് ചോദിക്കാൻ ഇവർക്ക് സമയമുണ്ടാവണം. കണ്ടോ? എന്ത് പട്ടിക്കാടെന്ന് കിട്ടുന്നത് പോലത്തെ, പട്ടിക്കാട് ജാമ്യാനൂരുണ്ടല്ലോ, അവിടെ അറബിക്കുളയുണ്ട്, അവിടുന്ന് കിട്ടുന്നത് പോലുള്ള സനത് അത് ഞങ്ങൾക്ക് തന്നു. അതിൽ എഴുതിയിട്ടുണ്ട്, സനത് ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് സനത് കിട്ടിയെന്നല്ല. പട്ടിക്കാടെന്ന് കിട്ടുന്നത് പോലെ സനത് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. എങ്കിൽ മൂല്യാരെ അത് സനതാകുമോ? സനതാകുമോ? സനതാകൂല. സനതാകൂല എന്ന് ഞാൻ പറയാണോ? അല്ല, നേരെ മറിച്ച് നിങ്ങളുടെ മുഫ്തിയാ പറയുന്നത്. സനദിന്റെ മഹത്വവും പാണ്ഡിത്യത്തിന്റെ പ്രകാശനവും സുന്നി വോയിസ് 2005 മാർച്ചിൽ എഴുതി വെച്ചു. എന്താ വാചകം? കേട്ടോളൂ. ഓരോ വ്യക്തിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന പ്രസ്തുത പരമ്പരയാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കലുള്ള രേഖ. സനദ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന പ്രസ്തുത പരമ്പരയാണ് യഥാർത്ഥത്തിൽ രേഖ. അല്ലാതെ ഏതെങ്കിലും ബിരുദദാന കോളേജിൽ നിന്ന് സനദ് എന്ന പേരിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ഇത് അല്ലാഹ് എഴുതിക്കുകയാണ്. നിങ്ങൾ പറയുന്നതിന് മുമ്പ് 2005 അല്ലാഹ് എഴുതിച്ചു. എന്തെഴുതിച്ചു? സനദ് എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല. കേട്ടോളൂ, വാചകം കേട്ടോളൂ. സനദ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെന്നെത്തുന്ന, ഓരോ വ്യക്തിയിൽ നിന്നും ചെന്നെത്തുന്ന പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ബിരുദദാന കോളേജിൽ നിന്ന് സനദ് എന്ന പേരിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. കേട്ടോ? ഇത് കാന്തപുരം മുതൽ എംബോസിഷൻ എഴുതി പഠിക്കണം, എഴുതണം 500 വട്ടം ഈ വാചകം. ഇത് 2005 പൊന്മള എഴുതിയ ലേഖന, മുഫ്തി എഴുതിയ ലേഖനാണ്. മനസ്സിലായിട്ട് ഇപ്പൊ പറയാ പാട്ടിക്കാട് കിട്ടുന്ന പോലെ സനദ് കിട്ടിയത്. അത് സനദല്ല, അത് സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് സനദ് എന്ന് പറയുന്നത് വെള്ളിക്കോൽ എന്ന് പറഞ്ഞ പോലെയാണ്. അത് വെള്ളിയല്ല, നെയ്യപ്പം എന്ന് പറഞ്ഞ പോലെ. അതിൽ നെയ്യില്ല. ഇതുപോലെ ഈ സനദിൽ എന്തില്ല? പരമ്പരയില്ല. മനസ്സിലായോ? അതല്ല മുസ്ലിമീങ്ങൾക്ക് ആവശ്യം. ഈ മുടി റസൂലുള്ളയുടേതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളയിലേക്ക് എത്തുന്ന പരമ്പര നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിന്റെ അടിയാധാരം കയ്യിലുണ്ടോ? അതില്ല. അതില്ലാതെ നിങ്ങളിങ്ങനെ പറയാ പോലെ നമ്മൾ പറയണില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്നില്ല. കേട്ടോളൂ, അടിയാധാരം കയ്യിലില്ലെന്ന് അവർ തന്നെ പറയുന്നു. രണ്ടാമത്തെ കേശം ഹസ്രജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനദ് പോലത്തെ സനദ് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളെ പ്രസിദ്ധീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവനോടല്ലേ ചോദിക്കേണ്ട? എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണം. അപ്പൊ വാങ്ങിയിട്ടില്ല, ബന്ധപ്പെട്ട് വാങ്ങാൻ പോണതേ ഉള്ളൂ. അപ്പൊ പിന്നെ അന്ന് വായിച്ച ഏതാ മൂല്യാരെ? അന്ന് വായിച്ചു എന്ന് പറഞ്ഞത് ഏതാ മൂല്യാരെ?
കയ്യിലില്ല, അടിയാധാരം കയ്യിലില്ല, വാങ്ങാൻ പോണതേ ഉള്ളൂ. ഇനി ചെന്നാ കിട്ടോ? കിട്ടൂല. ചെന്നാലും കിട്ടൂല. കാരണം എന്താ? അങ്ങനെ ഒരു രേഖയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാർ എന്ന നിലയിൽ ലോകത്ത് ഇല്ലേ? ഇല്ല. ഇത് സലഫികൾ വളരെ മുമ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ല, അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. ഇത് വിവാദം ഉണ്ടായിട്ട് പഠിച്ചതല്ല, നേരെ മറിച്ച് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായി ദിശാബോധം നൽകിയ ആ വിഷയത്തിൽ എന്താ? വനഹ്നു നഅലമു അന്ന ആഥാറഹു മിൻ തിയാബിൻ ഔ ശഅരിൻ ഔ ഫളലാത്തിൻ ഖദ് ഫുഖിദത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയുടെ ആധാറുകൾ എന്ന നിലക്ക് വന്നതൊന്നും മിൻ തിയാബിൻ, റസൂലുള്ളാഹിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് വന്നതാകട്ടെ, ഔ ശഅരിൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മുടി എന്ന നിലക്ക് വന്നതാകട്ടെ, ഔ ഫളലാത്തിൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മറ്റു തിരുശേഷിപ്പുകളാകട്ടെ, ഖദ് ഫുഖിദത്, അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മുടി, നഖം, വസ്ത്രം, അതുപോലെ റസൂലുള്ളാഹിന്റെ പാത്രങ്ങൾ, ഇത് മുഴുവൻ ഖദ് ഫുഖിദത്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വലൈസ ബിഇംകാനി അഹദിൻ ഇസ്ബാത്ത് വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നും ഇന്ന് ലോകത്തില്ല. നബിയുടെ ഈ ആധാറുകൾ എന്ന നിലക്ക് അത് നബിയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നും, ഖണ്ഡിതമായി ഖത്ഇയായി തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഇന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ സലഫികൾ മനസ്സിലാക്കിയത്. സലഫികൾ പഠിച്ചതും സലഫികൾ മനസ്സിലാക്കിയതും അങ്ങനെയാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോ ചില മുസ്ലിയാക്കന്മാർ ഇത്രയും കാലം വേളുണ്ടാക്കി നടന്നറിയോ? അത് മുജാഹിദികള് അങ്ങനെ പറയാൻ കാരണമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറാണ് ഇത് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ബർക്കത്ത് എടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് മുജാഹിദികൾ പറഞ്ഞത്. എന്ത്? അത് നബിയുടെ ആധാറുകളൊന്നും ഇന്ന് നിലവിലില്ല എന്ന് മുജാഹിദികൾ പറയാൻ കാരണം അതാണ് എന്നാ ഇവര് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ജീവിച്ചിരിക്കുകയാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ബർക്കത്ത് എടുക്കും, ഒരു പ്രശ്നവുമില്ല. എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹിന്റെ നഖാമത്തിന് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിന്റെ വുളൂഇന്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് അവര് കാതു യഖ്തത്തിലൂന മത്സരിക്കുമായിരുന്നു എന്ന് ഹദീസുകൾ വന്നതുപോലെ മുജാഹിദുകൾ മത്സരിക്കുക തന്നെ ചെയ്യുമായിരുന്നു, സംശയം വേണ്ട. എന്നാൽ റസൂലുള്ളാഹിന്റെ ആധാറുകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് മുജാഹിദിൽ പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടെന്ന് സമ്മതിച്ചാൽ ബർക്കത്തടിക്കേണ്ടി വരുമോ എന്ന് പേടിയാണെന്ന പേടി കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ പതുക്കെ പതുക്കെ മുജാഹിദാവുകയാണ്. പതുക്കെ പതുക്കെ മുജാഹിദ്, അങ്ങനെയാണ് ഏകദേശം ഒക്കെ. ആയിക്കോട്ടെ, ഈ വിഷയത്തിലും ഇതാ മുജാഹിദാവുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നേരെ മറിച്ച് ചിലര് പറയുന്നു റസൂലുള്ളാഹിന്റെ വടിയുണ്ട്, റസൂലുള്ളാഹിന്റെ വാളുണ്ട്, തുർക്കിയിലുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ നഖമുണ്ട്, റസൂലുള്ളാഹിന്റെ ജുബ്ബയുണ്ട്, റസൂലുള്ളാഹിന്റെ കോപ്പയുണ്ട്, അതുപോലെ പലതും റസൂലുള്ളാഹിയുടേതുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പലതും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വിവരം ഒരു മുസ്ലിയാര് പറയുമ്പോ അത് ഇപ്പൊ കുറച്ച് വഹാബിയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സഖാഫി പറയുന്നത് കേട്ടോളൂ. ശരിക്കും മനസ്സിലാക്കണേ, ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി. കെട്ടയച്ചു പോവാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളി. എന്നാ നിങ്ങൾ കുറച്ച് ആസാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ, അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ, അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാഹിന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സെനത് ഓ കുര്യാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയും
പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനദ് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനദ് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ ബലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സനദ്, നിങ്ങള് തുർക്കിയിലൊക്കെ പോന്ന ആളല്ലേ, തോപ്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ച പറഞ്ഞ ഞാനൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചുകൊണ്ട് വരണ്ട. ഇനി നോക്കൂ, ഇത് കാന്തൂർസാന്റെ കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറൂല കേട്ടോ, കൊണ്ടുവാ. കണ്ടോ, നിങ്ങളെന്താ വിചാരിച്ച സ്റ്റേജ് മേക്കറുള്ള പൂ തീർന്ന? അങ്ങനെ വിചാരിച്ച് അല്ല. അയാൾക്ക് സ്റ്റേജുമേ കയറാനുള്ള പൂതി തീർന്നിട്ടല്ല, നേരെ മറിച്ച് അയാൾക്ക് നന്നായി അറിയാം, മുജാഹിദുകൾക്കും അറിയാം, അങ്ങനെ ഒരു പരമ്പര കൊണ്ടുവരാൻ സാധ്യമേ അല്ല. അങ്ങനൊന്നും ഇല്ലാതെ ലോകത്ത്. അത് വടിയായാലും മുടിയായാലും മെതിയടിയായാലും ജുബ്ബയായാലും എന്തായാലും അത് റസൂലുള്ളയുടേതാണെന്ന് ഖത്ഈയായി ഗണ്ഡിതമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു സനദ് കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവന്നാൽ സിറാജിൽ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് അദ്ദേഹം ധൈര്യത്തെ വെല്ലുവിളിക്കുകയാണ്. അത് കുരിയാടിനെ ജയിപ്പിക്കാനല്ല, തോപ്പിക്കാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ പറയാണ്, ഇയാൾ ഞാൻ പിടിച്ചു കെട്ടുകയാണ്, ഒരിക്കലും ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് ആ സനദ് ചോദിച്ചത് കൊണ്ടുവരോ? കഴിയോ? കഴിയില്ല. അതാ പറഞ്ഞ മുജാഹിദൊക്കെ അറിയാം ഈ വിവരം, പേരോട് ഉയർക്കും അറിയാം. ഇപ്പൊ കുറേശ്ശെ പറയാതെ നിവൃത്തിയില്ല, ഇപ്പൊ പറഞ്ഞു തുടങ്ങാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, പകുതി വഹാബിയ പലരും ആദ്യം മുജാഹിദ് ഇങ്ങനെ പറയുമ്പോൾ ബഹളുണ്ടാക്കും, ഊക്കി വിളിക്കും അല്ലേ. പണ്ടേ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഖണ്ഡിതമായി ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരേണ്ടി വരും, വഹാബിസം സ്വീകരിക്കാണ്. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. സത്യത്തിന് നിലനിൽപ്പുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. പണ്ട് മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് പറഞ്ഞു മദ്രസ വേണം, പ്രശ്നം ഉണ്ടാക്കി. എന്താ പറഞ്ഞത്? ഒരു കാലത്തും ലാ തജാലുൽ ബാനീന മദ്രസ വയിൽ യതഅല്ലമൂന അറിവാളൻ ഇബ്നു തീമിയ മുൻകാലം വലാലത്തിന്റെ വിത്ത് വാകിയ കോലം ജഹന്നമിന്റെ ആഖിറിൽ മീമ മദ്രസയുടെ ആഖിർ ജഹന്നമ. പാട്ടും പാടി വാദം പറഞ്ഞു നടന്നു. എന്താ പറഞ്ഞത്? ഇവിടെ ദറസിന്റെ ആവശ്യത്തിന് ഇനി മദ്രസ ഉണ്ടാക്കാനാണ് വഹാബി വന്നിട്ടുള്ളത്. ജഹന്നം എന്നെഴുതിയാൽ നരകം എന്നാണ് അതിന്റെ അർത്ഥം. ആ ജഹന്നം എന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരം മീമാണ്. ആ മീമ എടുത്തിട്ട് ദറസ് എന്ന വാക്കിന്റെ ആദിത്യം കൊടുത്തപ്പോഴാണ് മദ്രസ ഉണ്ടായത്. അതുകൊണ്ട് മദ്രസയുടെ ആഖിർ ജഹന്നാണ് എന്ന് വാദം പറഞ്ഞ മൂല്യാക്കന്മാര് പിന്നീട് മദ്രസക്ക് വേണ്ടി ഇടിയായി ഇല്ല നാട്ടില്. അതാണ് ആ വിഷയത്തിന് വഹാബിയായി. അങ്ങനെയൊക്കെ തന്നെ. അല്ല ഞാൻ വഹാബിയാണെന്ന് എഴുതി പറഞ്ഞടക്കേണ്ട കാര്യത്തില്ല. അതെങ്ങനെ മാറല്ലേ? ഖുർആൻ പരിഭാഷ മുജാഹിദിൽ കൊണ്ടുവന്നു, മുജാഹിദിൽ അതിനു വേണ്ടി വാദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു ഖുർആൻ പരിഭാഷ പറ്റൂല, പിന്നെന്തെടുത്ത് ഖുർആൻ പരിഭാഷ. ഖുർആൻ ക്ലാസ് എടുത്തപ്പോ പരിഹാസം. ഖുർആൻ ക്ലാസ്സിലാക്കിയിരിക്കുന്നു, മുജാഹിദിൽ ഖുർആൻ ക്ലാസ്സിലാക്കിയിരുന്നു. ഇപ്പൊ നോക്കുമ്പോ റോഡിൽ നിറയെ ഫ്ലെക്സ് ആണ് ഖുർആൻ ക്ലാസ്. അതാണ് വഹാബിയ എന്ന് സംഭവിക്കേണ്ട, മാറിയില്ലേ? അത് മതി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞു നടന്നു. പിന്നീട് നോക്കുമ്പോഴോ മാറി. അവസാനം സംഘടനയുടെ പേര് നോക്കുമ്പോ തന്നെ SSF. എന്താണ് അർത്ഥം? സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. ഇത് ഏതാ ഭാഷ? ഏതാണ് ഈ ഭാഷ? സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. ഇംഗ്ലീഷ് ഭാഷ. നരകത്തിലെ ഭാഷ കൊണ്ട പേര്, സംഘടനയുടെ പേര് പോലും മാറി വന്നു. വഹാബി ആയില്ലെന്ന് ചോദിക്കണില്ല, സംഗതി അംഗീകരിച്ചു, അത് മതി. ഇപ്പോഴോ നേരത്തെ പറഞ്ഞു വലൈസ ബിഇംകാനി അഹദിൻ ഇസ്ബാത്തു വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. സലഫികൾ നേരത്തെ പറഞ്ഞതാണ്. അതെന്താ? റസൂലുള്ളാഹിന്റെ ആധാറുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷേ ഖത്ഇയായി ഖണ്ഡിതമായി റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒന്നും ഇന്ന് റസൂലുള്ളാഹിന്റെ ആധാറായി ലോകത്തിൽ പല കാരണമുണ്ട്. നഷ്ടപ്പെടാൻ യുദ്ധങ്ങൾ വഴിയും അല്ലാത്ത നിലക്കും സഹാബികൾ വസിയ്യത്ത് ചെയ്തിട്ട് ഖബറിൽ കൊണ്ടുപോയിട്ടും കഫംപുടവയിൽ വെച്ചിട്ടൊക്കെ അത് നീങ്ങിപ്പോയിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി സലഫികൾ പറഞ്ഞത്.